ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഐറ്റമാണ് GoPro Hero 9. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ക്യാമറയാണ് എല്ലാ വ്ളോഗേഴ്സിൻ്റെ. പ്രത്യേകിച്ച് നമ്മൾ വല്ലു വ്ളോഗർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് ഗോപ്രോൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് Hero 9. ഇത് നമുക്ക് ഏതായാലും ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്ന നോക്കാം ഇതിനുള്ളിൽ എന്താ ഉള്ളത്. ഞാൻ ഇത് വാങ്ങിയത് ആമസോൺ വെബ്സൈറ്റിലാണ്. അപ്പോൾ പാക്കിംഗ് ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. GoPro Hero 9. അപ്പോൾ ഇത് വെറും ഒരു ക്യാമറ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇതിന് ഒരു ബോക്സും വരുന്നുണ്ട്. ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് ബോക്സ് പോലെ ഉണ്ട് കാണാൻ, ഫീൽ ചെയ്യാനും. പിന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത്? ഒരു ബോക്സ് ഉണ്ട്, കേബിൾ ഉണ്ട്, കണക്റ്റേഴ്സ് ഉണ്ട്, സ്ക്രൂ ഉണ്ട്, ബാറ്ററി ഉണ്ട്, പിന്നെ അതിൻ്റെ ക്യാമറ. പിന്നെ ഇത് ആപ്പാണ് GoPro ആപ്പ്. ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് സിങ്ക് ചെയ്യാം, ഫോണിലൂടെ കാണാം ആ ക്യാമറയിൽ കാണുന്നത്. പിന്നെ ഈ ക്യാമറയ്ക്ക് എന്തെല്ലാം ഫങ്ഷനാലിറ്റി ഉണ്ട് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇനി നമുക്ക് ഏതായാലും തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. നല്ലൊരു സൈസ് ബോക്സ് ആയിട്ടാണ് കാണുന്നത്. ഏകദേശം ക്യാമറ അല്ലാണ്ട് അതിൻ്റെ ആക്സസറീസ് ആയാലും കൊള്ളുമെന്ന് തോന്നുന്നു. ബാറ്ററീസ്, അഡീഷണൽ ബാറ്ററീസ്, കേബിൾസ്, കണക്റ്റേഴ്സ്. ഇനി സിപ്പാണ്, സിപ്പ് വഴി നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. ഇതാണ് സംഭവം, GoPro Hero 9. ഓൾറെഡി കച്ചറകളുണ്ട്, കുറച്ച് കച്ചറകളും കാണുന്നുണ്ട് ബ്രാൻഡ് ന്യൂ ആണെങ്കിലും. ഇതാണ് ബാറ്ററി. ഇത് ഏതായാലും ഒന്ന് പോരാ, ചുരുങ്ങിയ 2 എക്സ്ട്രാ വേണം. ശ്രദ്ധിച്ച് ചോദിക്കാനാൽ ബാറ്ററിക്ക് ഓൾറെഡി ഒരു ഡെൻറ്റലും കാണുന്നുണ്ട്. പുതിയതാണെങ്കിലും ഡെൻറ്റ് ഓൾറെഡി ഉണ്ട്. പോട്ടെ. ഇതാണ് ഡേറ്റ കേബിൾ. ഇതിലൂടെ നമുക്ക് ചാർജും ചെയ്യാം, പിന്നെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് വീഡിയോ ട്രാൻസ്ഫറും ചെയ്യാം. പിന്നെ ഇതാണ് ഈ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മേലെ നിന്നാണ് നമ്മൾ ഈ ക്യാമറ കൊളുത്താൻ. വൺ ഓഫ് ദി ആക്സസറി ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്, കോംപ്ലിമെൻ്ററി. പിന്നെ ഇത് ഒട്ടിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് വണ്ടിൻ്റെ മേലെ ഏത് ഒരു സ്ലോപ്പിന് മേലെ നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കാം പെർമനൻ്റ് ആയിട്ട്. 3M സ്റ്റിക്കർ ആയതുകൊണ്ട് പിന്നെ പെർമനൻറ്റ് സ്റ്റിക്കിംഗ് ആയിരിക്കും. പിന്നെ ഈ കാണുന്ന സ്ക്രൂ, ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ട് വേണം തിരിക്കാൻ. അപ്പോൾ ക്യാമറേൻ്റെ ഇടയ്ക്ക് ഇടും, എന്നിട്ട് ഈ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ തിരിക്കും, അപ്പോൾ ക്യാമറ ഉള്ളിൽ കൊടുക്കും. അപ്പോൾ ഈ സ്ക്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കായമായ സാധനം പുറത്തെടുക്കാം. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്, പുറത്തെടുക്കേണ്ടി വരും. നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു റബ്ബറൈസ്ഡ് ഫീലാണ് ഇവിടെ. പക്ഷെ വെയിറ്റ് ഉണ്ട്, ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഇല്ലാണ്ടൊന്നുമില്ല. ഇതാണ് ഇതിന് കൊളുത്തേൻ്റെ സ്റ്റാൻഡ്. തുറക്കാൻ വലിയ എളുപ്പമല്ല, നോക്കുന്നില്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പുറത്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ സാധനത്തിന് മേലെ കൊളുത്താൻ. അപ്പോൾ നമ്മൾ എന്ത് ആക്സസറി വാങ്ങുമ്പോൾ ഈ സാധനം ഉണ്ടാവും കൊളുത്താൻ വേണ്ടിയിട്ട്. ഈ സ്ക്രൂ ആണോ അതിൻ്റെ വിട്ട് ഇടാൻ. പിന്നെ പോരാണ്ട് കാറ്റലോഗ്സ് ഉണ്ട് ഇവിടെ. സബ്സ്ക്രൈബ് ടു GoPro. ഇത് ഇവർ ഓൺലൈൻ സബ്സ്ക്രിപ്ഷനാണ്, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണ് യൂസർ മാനുവൽ. ഇതിൽ പിക്ചർ കാണിക്കുന്നുണ്ട് എങ്ങനെ തുറക്കണ്ടേ, പൂട്ടണ്ടേ, കേബിൾ കണക്ട് ചെയ്യണ്ടേ. പിന്നെ ഇത് നമ്മൾ വായിക്കാത്ത ഒരു കാറ്റലോഗാണ്, ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഉപയോഗമുള്ള യൂസർ ഗൈഡ് ഈ കാണുന്ന പേപ്പർ തന്നെ. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, തുറക്കേണ്ടത്. ഈ ബാറ്ററി തുറക്കാൻ വലിയ എളുപ്പമല്ല, ബാറ്ററി കവർ തുറക്കണമെങ്കിൽ കുറച്ചൊരു പണിയുണ്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, GoPro ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചൊരു പണിയാണ് ഈ ബാറ്ററി കവർ തുറക്കാൻ. ഉള്ളിൽ നോക്കിയാൽ കാണാം USB-C കണക്ടർ, നമ്മളെ കേബിൾ ഇതിൽ വിട്ടാണ് കുത്താൻ. ഈ കാണുന്ന എൻ്റെ ഇവിടെ കുത്തും, മറ്റേ USB ഭാഗം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കുത്തും. അപ്പോൾ ഇതിലാണ് ബാറ്ററി ഇടേണ്ടത്, നമുക്ക് ഇട്ട് നോക്കാം. ഇങ്ങനെയാണ്, ഇതാണ് ഡയറക്ഷൻ.
പിന്നെ അമർത്തി പൂട്ടാം. ഇത് പൂട്ടുന്നതും തുറക്കുന്ന ഈ ബാറ്ററി ലിവർ പോരാട്ടെ, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഇത് തുറക്കാനും പൂട്ടാനും കുറച്ച് മെനക്കേടാണ്. നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. ഈ മേലെ കാണുന്നത് ഇമർജൻസി പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ്, പവർ കം റെക്കോർഡ് ബട്ടൺ. ആക്ച്വൽ പവർ ബട്ടൺ സൈഡിലുള്ള ബട്ടണാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം തുറക്കുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് സെറ്റിങ്സ് ചെയ്യണം നമ്മൾ. അഗ്രി. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ. അത് നമ്മൾ ഇതിൻ്റെ ആപ്പ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫോണിൽ പോയി കഴിഞ്ഞാൽ കാണാം ക്വിക്ക്. ഗോപ്രോ എന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഗോപ്രോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ആപ്പ് കാണില്ല. ഒരു ക്വിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കാണാം. അതാണ് ഗോപ്രോൻ്റെ പുതിയ ആപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് അമർത്തിക്കഴിഞ്ഞാൽ കാണാം ഗോപ്രോ ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ ഇതായിരിക്കും ആപ്പ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ലോഡായി. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗോപ്രോ ഉണ്ടോ ഇല്ലേ. സോ യെസ് ഐ ഹാവ് ഗോപ്രോ അമർത്തുക. ലെറ്റ്സ് പെയർ. ഓക്കെ, പെയർ മൈ ഗോപ്രോ. ഓക്കെ, ബ്ലൂടൂത്ത് allow, add a camera, searching, connect camera, pair, done, save new name. ഇവിടെ ഒരു വ്യത്യാസമില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല ഈ ക്യാമറയിൽ, എല്ലാം ഇവിടെയാണ്. സോ ക്യാമറ അപ്ഡേറ്റ് അവൈലബിൾ. അപ്ഡേറ്റ് ക്യാമറേൻ്റെ ഓപ്ഷൻ ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് കഴിഞ്ഞാൽ ഈ ബട്ടൺ അമർത്തും. കണക്റ്റിംഗ്, റിലയബിലിറ്റി, ഏതെല്ലാം നമുക്ക് അപ്ഡേറ്റ് അമർത്താം. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ബാറ്ററി ലെവൽ കുറവാണെന്ന് പറയുന്നുണ്ട്. മൈക്രോ SD കാർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. സ്പേസ് ഇല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്ന് സോൾവ് ആക്കണം നമുക്ക്. അപ്പോൾ ഗോപ്രോന് ഏറ്റവും ബെസ്റ്റ് മെമ്മറി കാർഡ് ഓൺലൈനിലെല്ലാം നമ്മൾ കേൾക്കുന്നത് സാൻഡിസ്കിൻ്റെയാണ്. സാൻഡിസ്ക് എക്സ്ട്രീം. ഇത് നല്ലൊരു SD കാർഡാണ്. ചെറിയൊരു ചിപ്പാണ്. ഇതാണ് SD കാർഡ് സ്ലോട്ട്. ഫിറ്റായി. ഓക്കെ ഓക്കെ ഫിറ്റായി. ഇത് ഓണാക്കി നോക്കാം. ഇനി ഇത് അപ്ഡേറ്റ് അമർത്താം. ആക്സെപ്റ്റ്, കണ്ടിന്യൂ. ബാറ്ററി ലെവലിലോ, ഇനി ബാറ്ററി ലെവൽ കൂടാണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ പെടില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. ഇനി ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ബ്ലൂടൂത്ത് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഫോണിലെ സോഫ്റ്റ്വെയർ ക്യാമറയിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇൻസ്റ്റലേഷൻ തുടങ്ങും. ഇൻസ്റ്റലേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഗോപ്രോ അപ് ടു ഡേറ്റ് ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ ഫോണിലേക്ക് കണക്റ്റ് ചെയ്യാണ്. ഇനി ഫോൺ കാണുന്ന വ്യൂ, ഫോണിൻ്റെ ലെൻസിലൂടെ നമുക്ക് ഈ ഫോണിലേക്ക് കാണാം. എല്ലോ ആക്സെപ്റ്റ് എന്നുള്ള അമർത്തിയാൽ മതി. കണ്ടോ, വ്യൂ കണ്ടോ. ഇപ്പോൾ ആ ലെൻസ് കാണുന്നതാണ് നമ്മളെ ഫോണിൽ കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് വ്യൂ കിട്ടും. ഇനി നമ്മൾ ഈ ക്യാമറ തിരിക്കുമ്പോൾ അതേപോലെ നമ്മളെ വ്യൂ മാറും. ആകെയൊരു ഡിസ്അഡ്വാൻറ്റേജ് GoPro Hero 9 നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തുമ്പോൾ നമ്മളെ ക്യാമറയിലെ നമ്മളെ ഫോണിലെ വ്യൂ പോകും.
റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിലോട്ട് കാണാൻ പറ്റില്ല. അതേസമയത്ത് GoPro Hero 8 ആണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാം. ഇതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. സാധാരണ ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചറാണ് വേണ്ടത്, പക്ഷേ ഇതിൽ ഒരു ഫീച്ചർ കുറഞ്ഞു. ഇതൊരു വലിയ അടിയായിരിക്കും, പ്രത്യേകിച്ചിട്ട് വണ്ടിൻ്റെ മേലെ വെച്ചിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക്.